വീണ്ടും ഷോക്കേറ്റ് മരണം. കോഴിക്കോട് കുറുവങ്ങാട് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മധ്യവയസ്ക മരിച്ചു. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. ശക്തമായ മഴയിൽ മരം കടപുഴകി വീണ് ലൈൻ കമ്പി നിലത്ത് പതിച്ചിരുന്നു. ഇവരുമായി ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? KP അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. വീണ്ടും ഷോക്കേറ്റ് ഒരു മരണം കൂടി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കുറുവങ്ങാടാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കുറുവങ്ങാട് സ്വദേശിയായ ഫാത്തിമയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അതിൽ നിന്നും ആണ് ഇവർക്ക് ഷോക്കേറ്റത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തിരുന്നു. ഈ മഴ ശക്തമായി പെയ്തതോടെ ഇവിടെയുള്ള ഒരു മരം ഈ വൈദ്യുതി ലൈനിന്റെ മുകളിലേക്ക് വീഴുകയും അതിനെ തുടർന്ന് ഈ വൈദ്യുതി ലൈൻ ഇവിടെ പൊട്ടി വീണിരുന്നു. ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണത് ആ ഭാഗത്ത് പോയി നോക്കിയതായിരുന്നു ഈ സ്ത്രീ. ഈ സമയത്ത് ഇതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കാണാത്ത രീതിയിലായിരുന്നു ഈ വൈദ്യുതി ലൈൻ ഇവിടെ പൊട്ടി വീണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ആണ് ഇവർക്ക് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ ഒരു ഷോക്കേറ്റ് മരണം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ദാരുണമായ ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് മലബാർ ജില്ലകളിലടക്കം മഴ കനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും ഉണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ വൈദ്യുതി ലൈനിനോട് ചേർന്ന് തന്നെ അപകടകരമായ രീതിയിൽ തന്നെ പല മരങ്ങളും നിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും അത് കൃത്യമായി തന്നെ വെട്ടി അത് ഒരു സുരക്ഷ ഉണ്ടാകുന്ന രീതിയിൽ അത് കൃത്യമായി വെട്ടി മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നതും. കാരണം കൃത്യമായി ആ മരം വെട്ടുകയായിരുന്നു എങ്കിൽ ഈ മഴയ്ക്ക് മുൻപ് പല സമയങ്ങളിൽ, അതായത് ശിവദാസ്, ഇപ്പോഴും ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ, പ്രത്യേകിച്ച് KCB ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം വീണ്ടും ഉണ്ടാകാൻ കാരണം, അല്ലേ? തീർച്ചയായും നമുക്ക് ഉറപ്പായും അങ്ങനെ തന്നെ പറയാം. കാരണം നമുക്ക് ആ മരങ്ങളെല്ലാം തന്നെ കൃത്യമായി വെട്ടിമാറ്റുകയായിരുന്നെങ്കിൽ ഈ ഒരു അപകടം കൂടി ഉണ്ടാവില്ലായിരുന്നു. കാരണം നമുക്കറിയാം, മഴ മുന്നറിയിപ്പ് കൃത്യമായി തന്നെ ലഭിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട്. റെഡ് അലേർട്ട് ആണെങ്കിലും ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും എല്ലാത്തരം മുന്നറിയിപ്പുകളും കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSEBയിലേക്കും മറ്റ് അധികാരികളിലേക്കും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൃത്യമായി എത്തുന്നുണ്ട്. കാറ്റുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പുകളെല്ലാം തന്നെ കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മുന്നറിയിപ്പ് ലഭിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ അവർ അത് വെട്ടി മാറ്റിയിട്ടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ കുറുവങ്ങാട് ഉണ്ടായിട്ടുള്ള ഈ അപകടം. എന്തായാലും KSEBയുടെ ഒരു അനാസ്ഥയിൽ തന്നെയാണ് ഈ ഒരു അപകടവും ഈ മരണവും സംഭവിച്ചിരിക്കുന്നത്. KP ശിവദാസ് പറഞ്ഞതുപോലെ തന്നെ ഈ മരം വെട്ടിമാറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം അപകടമുണ്ടായത്. ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ജാഗ്രത ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള പരാതികൾ തന്നെയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. തുടർച്ചയായി ഈ ഒരു അപകടം ഉണ്ടാകുന്നു. അതായത് നമുക്കറിയാം, കൊല്ലത്ത് മിഥുൻ വിദ്യാർത്ഥിയായ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ മരിച്ച സംഭവം, അതിന്റെ തുടർച്ചയായി ഈ പല രീതിയിലുമുള്ള വിമർശനങ്ങൾ KSEBക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അവർ കൃത്യമായ ഒരു ജാഗ്രത പുലർത്തുന്നില്ല. പ്രത്യേകിച്ച് ഇതൊരു മഴക്കാലം കൂടിയാണ്. ശക്തമായി തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും ശക്തമായ കാറ്റും വീശുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്നിട്ടും ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ, അതായത് കൃത്യമായ ഒരു നിർജീവമായ ഒരു അവസ്ഥയാണ് KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൃത്യമായ ഒരു കാര്യക്ഷമമായ ഒരു ഇടപെടലും ഇപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് പോലും KSEBയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. അതുതന്നെയാണ് ജനങ്ങളും പറയുന്നത്. കാരണം KSEBയുടെ ഒരു അനാസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു അപകടവും സംഭവിച്ചിരിക്കുന്നത് എന്ന്. ഇത്തരം ഒരു അപകടകരമായ അവസ്ഥ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ മഴ മുന്നറിയിപ്പ്, ശക്തമായ കാറ്റിന്റെ മുന്നറിയിപ്പ്, ഈ ഒരു സാഹചര്യത്തിൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പരാതികൾ നാട്ടുകാരുടെ ഭാഗത്തും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായൊരു കൃത്യവിലോപം തന്നെയാണ് മനസ്സിലാകുന്നത്, അല്ലേ? ത്തിൽ തന്നെയാണ് ഗുരുതരമായ ഒരു കൃത്യവിലോപം തന്നെയാണ്. കാരണം ഇത്ര വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്ത, കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച, അല്ലെങ്കിൽ മനസാക്ഷിയെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമാണ് കൊല്ലത്ത് മിഥുന്റെ മരണത്തിലൂടെ ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെ അത് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ KSEBയുടെ നിരുത്തരവാദപരമായ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ സ്കൂൾ അധികാരികളുടെ അനാസ്ഥയും എല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. എന്നിട്ടും ഇത്ര വലിയ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടും ഇപ്പോഴും KSEBയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അനാസ്ഥ തുടരുന്നു എന്നതിന്റെ കൃത്യമായ ഒരു ഉദാഹരണവും തെളിവും കൂടിയാണ് ഇപ്പോൾ ഈ കൊയിലാണ്ടിയിലെ കുറുവങ്ങാട്ടെ
എന്ന ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് ഈ വീട്ടമ്മയുടെ മരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ ഒരു ജീവൻ കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരു വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അത് അന്വേഷിക്കാൻ വേണ്ടി പോയതായിരുന്നു, അവർ പരിശോധിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒരു മരം വീണിട്ടാണ് ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണത് എന്നുള്ളതാണ് ഈ ഒരു സംഭവം. അങ്ങനെ അവർ അത് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്നു, അവരുടെ ജീവൻ നഷ്ടമാകുന്നു. അത് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും KCBയുടെ കൃത്യമായ ഒരു അനാസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വൈദ്യുതി ലൈനിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും അവർ വെട്ടി മാറ്റേണ്ടതാണ്. പക്ഷേ അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ മഴക്കാലത്തിന് മുന്നേ തന്നെ ഇത്തരം അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റേണ്ടതാണ്. ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ KCB ഉന്നത ഉദ്യോഗസ്ഥർ നൽകേണ്ടതുമാണ്. അത് ഉണ്ടായിട്ടില്ല എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടർക്കഥകളാവുകയാണ്. ഏറ്റവും ഒടുവിൽ 13കാരൻ മരണത്തിന് കീഴടങ്ങുന്നൊരു സാഹചര്യം പോലും ഉണ്ടായി. എന്നിട്ടും അവർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് വ്യക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും KP, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ KCBക്ക് നേരെ ഉണ്ടാകുന്നു. അതായത് ഈ മിഥുന്റെ മരണത്തോടു കൂടി തന്നെ ഇത് വലിയ രീതിയിൽ തന്നെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. KCBയുടെ അനാസ്ഥയെ കുറിച്ചും കൃത്യമായി തന്നെ KCBയുടെ മുൻപ് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ നൽകിയിട്ടും അതിന് അനുസൃതമായ ഒരു നടപടിയും KCB സ്വീകരിച്ചിരുന്നില്ല. അതെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും ആ ഒരു അനാസ്ഥ, ഗുരുതരമായ അനാസ്ഥ, അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. അതുതന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉണ്ടായ ഈ കുറുവിലങ്ങാട്ടെ ഈ ഒരു അപകടത്തിലും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. KP, വീണ്ടും ഷോക്കേറ്റ് മരണം. കോഴിക്കോട് കുറുവങ്ങാടാണ് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് മധ്യവയസ്ക മരിച്ചത്. കുറുവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. വിവരങ്ങളാണ് ശിവദാസ് കന്മന നൽകിയത്.